നമസ്കാരം, മീഡിയ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹബീബ് എം.എൻ. ഈ ചെറിയ കാലയളവ് കൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന് വമ്പൻ കുതിച്ചുചാട്ടം തന്നെയാണ്. പ്രവർത്തനം ആരംഭിച്ച് 3 മാസം പിന്നിട്ടപ്പോൾ തന്നെ 50,000 കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത വർഷം ഏപ്രിലാകുമ്പോഴേക്കും 64,000 കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ ഉദ്ദേശിച്ച് ലക്ഷ്യമിട്ട പദ്ധതി ഇപ്പോൾ തന്നെ അതിൻ്റെ 70% കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ADGP അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി കാണും. നടപടിയുണ്ടാകുമെന്നാണ് സൂചന. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ ഗുരുതര സ്വഭാവം അനുസരിച്ച് സസ്പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നവകേരളയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ബസ് വീണ്ടും പൊളിച്ചു പണിയുന്നതിനായി കർണാടകയിലേക്ക് കൊണ്ടുപോയി. പാൻട്രി ഉൾപ്പെടെ പൊളിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബസ് കർണാടകയിലെ സ്വകാര്യ വർക്ക്ഷോപ്പിലാണ്. PV അൻവർ MLA നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടി ഇന്ന് രൂപം കൊള്ളും. മലപ്പുറം മഞ്ചേരിയിൽ ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് PV അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചതായി പ്രഖ്യാപിക്കും. പാർട്ടിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറച്ച് നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ ആകെ പുകഞ്ഞുകൊണ്ടിരുന്ന അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന് വലിയ തലവേദന തന്നെ സൃഷ്ടിച്ചു. അൻവറിന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം മുട്ടിയതായിട്ട് പത്രസമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. PV അൻവറിനെ ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റാലിനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തമിഴ്നാട്ടിൽ നടന്നതായും അറിയാൻ കഴിഞ്ഞു. ഇലക്ടറൽ ബോണ്ട് വിധി പുനഃപരിശോധനാ ഹർജി തള്ളി സുപ്രീം കോടതി. അർജുൻ്റെ കുടുംബവും മനാഫും തമ്മിലുള്ള തർക്കം ഒത്തുതീർന്നു. കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു ഇത്. തൃശ്ശൂർ ജില്ലയിൽ നടന്ന ATM കവർച്ചയിലെ പ്രതികളെ ഇന്ന് തെളിവെടുപ്പിനായി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുവരും. നായ്ക്കനാലിലാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തുക. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും മോഷണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുന്നതിന് ഇനി 2 ദിവസം കൂടി സമയമുണ്ട്. മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. ഇതിനകം തന്നെ 1 കോടിയിലധികം കാർഡുകൾ മസ്റ്ററിംഗ് നടത്തിയതായിട്ട് അറിയാൻ കഴിഞ്ഞു.